ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ കൂട്ടി തന്നാച്ചേ. ഇന്ന് നമുക്ക് ആണ്ടവർ നമുക്ക് എന്നാ നമ്മളോട് പേശിയത് നമുക്ക് എന്ന് വിസാരിച്ചിടാം. നമുക്ക് ഇന്ന് എപ്പിസോഡ് 64 ആണ് നമ്മൾ വിസാരിക്കുന്നത്. 64 എഫീസ്യ ലേഖനം എഫീസിയൻസ് ചാപ്റ്റർ 6 നമ്മൾ വാസിക്കുന്നത് 12 13 വാക്യമാണ്. 12 നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചപ്പോൾ എനിക്ക് മുഴുവനും മുടിക്കാൻ മുടിയാതെ, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ടൈം മുടിഞ്ഞാച്ച്, അതുകൊണ്ട് ഞാൻ അത് അതുകൊണ്ട് നമുക്ക് 12 ആദ്യം വാസിച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 13 വാക്യത്തിൽ നമുക്ക് പോയിടാം. இந்த 12 വാക്യത്തിൽ നമ്മൾ എന്നാ சொல்லுது, നമുക്ക് പോരാട്ടം, നമുക്ക് യുദ്ധം, അല്ലെങ്കിൽ നമുക്ക് വാറിരിക്കുന്ന ആരുടെ പക്കത്തിലാണ് എന്ന് ചൊല്ലിയിരിക്കും. നമ്മുടെ വാർ അല്ലെങ്കിൽ നമ്മുടെ എനിമി അല്ലെങ്കിൽ നമ്മുടെ യുദ്ധം ആരെന്ന് ചൊല്ലിയാൽ അത് ആരാണ്? നമ്മുടെ ജഡരക്തങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ ബന്ധുമിത്രാദികളല്ല, അല്ലെങ്കിൽ നമ്മുടെ പക്കത്തിലുള്ളവരല്ല, മനുഷ്യരുമായിട്ടും അല്ല നമുക്ക് യുദ്ധം. നമുക്ക് ആരുമായിട്ട് യുദ്ധമായിരിക്കേ എന്ന് ചൊല്ലിയിരിക്കേ. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ വാസിക്കുന്നതിന് നിനക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും, അതായത് ഒന്ന് വാഴ്ചകൾ, അത് നമുക്ക് വാഴ്ചകൾ എന്ന് ചൊല്ലിയ അത് പിശാചിനെ പറ്റി തന്നെ ചൊല്ലുത്. അവൻ താൻ ഈ ഭൂമിയിൽ വാഴ്ച പണ്ണുക, അവൻ ഈ ലോകത്തിൽ വാഴ്ച പണ്ണുന്ന അവൻ താൻ, അതായത് അവന്റെ സേനകൾ താൻ വാഴ്ച പണ്ണുക, അല്ലെങ്കിൽ അവന്റെ സേന താൻ ഈ ലോകത്തിൽ ഭരിക്കുന്നത് അവർ താൻ വാഴ്ചകൾ, അവർ നമ്മളെ എന്നാ പണ്ണുക, അവൻ നമ്മൾ ആണ്ടവർ പക്കൽ പോവാതെ നമ്മെ തപ്പായിട്ടുള്ള വഴിയിലെ നടത്തുവാൻ തക്കോണം അവർ നമ്മളെ ഫോഴ്സ് പണ്ണുക. അത് നമ്മൾ എപ്പടി ഫോഴ്സ് പണ്ണുവാണെങ്കിൽ നമുക്ക് എല്ലാമേ പാത്ത്, നമ്മൾ ഈ ലോകത്തിലെ എല്ലാമേ പാക്കുമ്പോൾ നമ്മുടെ കൺമോഹം എന്ന് ചൊല്ലുക, അതായത് നമ്മുടെ കണ്ണിന് എന്നാ നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത് അതിലെ നമ്മൾ ചെന്ന് പോയിടുക. കണ്ണ് മാത്രമല്ല, കണ്ണും മട്ടുമാണ് നമ്മൾ എന്നെ കേൾക്കുന്നത് അതനുസരിച്ച് നമ്മൾ പോയിടുക. അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ എന്നാ നമുക്ക് ശരിയായിട്ട് നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ നമ്മൾ പോയിടുക. നമ്മൾ ആണ്ടോടെ വഴിയിൽ പോവാതെ നമ്മൾ എന്നാ പണ്ണുക, പിശാചിന്റെ വഴിയിൽ പോവുക. അതാണ് വാഴ്ചകൾ. അവൻ താൻ വാഴ്ച ചെയ്ത് അവന്റെ വഴികളിൽ നടക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ വായിച്ചു. രണ്ടാമത്തെ കാര്യം അധികാരങ്ങൾ എന്ന് ചൊല്ലിച്ചാൽ നമുക്ക് അതും പിശാചിനെ തന്നെ ചൊല്ലുക, അല്ലെങ്കിൽ പിശാചിന്റെ പവറുള്ള, അല്ലെങ്കിൽ പിശാചിന്റെ വഴിയിൽ നടക്കുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ അതിൽ അകപ്പെട്ടു പോകുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ചൊല്ലാം, പിശാച് അവർ നയിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുപോയിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പടി വേണേൽ പാക്കാം. നമ്മുടെ കമ്പനികളിൽ അല്ലെങ്കിൽ പക്കത്തിലെ പക്കമൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ പാക്കുമ്പോൾ അവര് എന്നാ പണ്ണുക, അവരുടെ ആണ്ടവരെ നമ്മൾ കൂപ്പിടുമ്പോൾ നമ്മളെ അവരും കൂപ്പിടുക. അത് അധികാരങ്ങൾ, നമ്മളോട് അധികാരത്താൽ ചൊല്ലുക, ഞങ്ങൾ പണ്ണുക, നിങ്ങളും എന്തുകൊണ്ട് ഈ ആണ്ടവരെ കൂപ്പിടാതെ, അത് ഒരു വിധത്തിൽ ചൊല്ലിയാൽ നമ്മളെ തപ്പായ വഴിയിൽ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്ത്. അതാണ് അധികാരങ്ങൾ ചെയ്യുന്ന കാര്യം. അതായത് നമ്മളെ തപ്പായ വഴിയിൽ നമ്മളെ കൊണ്ടുപോകും. അത് മാത്രമല്ല, ആകാശമണ്ഡലങ്ങളിലെ ദൂതൻ സേനയോടും, അതായത് ആകാശത്തിന്റെ മുകളിൽ ഉള്ള ദൂതസേന, ആകാശ ദൂതസേന എന്ന് ചൊല്ലിയ സ്വർഗീയ ദൂതസേനയെ പറ്റിയല്ല എങ്കിൽ ചൊല്ലുന്നത്, അതായത് സാത്താന്റെ പിശാചിന്റെ സേന. ഞാൻ നേരത്തെ നിങ്ങളോട് ചൊല്ലിയാച്ച് സ്വർഗദൂതന്മാർക്ക് എണ്ണമേ கிடைக்காது. അത് 1000 10,000 എന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ചൊല്ലിയിരിക്കും. അത് എന്ന് ചൊല്ലിയാൽ യോഹന്നാന് അതിന്റെ കണക്ക് ചൊല്ലാൻ അന്ന് മുടിയാതെ. ഇപ്പം ബില്യൺസ് ട്രില്യൺസ് അതേപോലെ അപ്പടി നമ്പർ എല്ലാം சொல்லி എനിക്കും എല്ലാ നമ്പറുമേ தெரியாது. അത് ആ കാലത്തില് യോഹന്നാന് അപ്പോസ്തലനായ യോഹന്നാന് കണക്ക് അതുകൊണ്ട് അവൻ ചൊല്ലുന്നത് 1000 10,000 എന്ന് ചൊല്ലിയാൽ ഇത് നീ മൾട്ടിപ്ലൈ പണ്ണി പാക്ക, എത്രമാത്രം ഇരിക്കുക എന്ന് നീ പാക്ക. അത്രമാത്രം സ്വർഗദൂതന്മാരിരിക്കും.
അത് സ്വർഗദൂതന്മാർ, അത് നല്ല ദൂതന്മാർ. നമുക്ക് തിരിയണം. ആണ്ടവർ സ്വർഗദൂതന്മാരെ ഉണ്ടാക്കിയപ്പോൾ കോടിക്കണക്കിന് സ്വർഗദൂതന്മാരെ ഉണ്ടാക്കിയേ. നമ്മൾക്ക് ഇപ്പടി ചൊല്ലാം കോടി 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 എന്ന് വേണം ചൊല്ലാം. അതെ, അത്രമാത്രം സ്വർഗദൂതന്മാരെ ഉണ്ടാക്കി. അതിലെ മൂന്നിൽ ഒന്ന് പിശാച കൂടെ കൊണ്ടുവന്നാച്ച്. അവൻ എന്നാ കൊണ്ടുവന്നാച്ച്, അവന്റെ പക്കത്തിൽ അവനോട് ചേരുന്ന മൂന്നിൽ ഒന്ന് പിശാചുക്കൾ അവന്റെ കൂടെ വന്ന് അവരിൽ പലരും എങ്കിരിക്കുകയും ആകാശത്തിലേക്ക് അവരെ അപ്പടിയേ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ നമ്മൾ എന്നാ പണ്ണുക, നമ്മൾ എന്നാ, അതായത് അവർക്ക് അവിശ്വാസികളുടെ ഒരു യാതൊരു കാര്യമേ കിടക്കാതെ അവർക്ക് ശരി, എൻ്റെ ആൾത്താൻ അവരെങ്കെ പോവാനാ, അവിശ്വാസികൾ എங்கே പോവാനാ, അവർ എൻ്റെ അടിമ താൻ, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാൽ അവരോട് വചനം ചൊല്ലുമ്പോൾ അവൻ ആയിടും, അവൻ ആക്റ്റീവായിടും, നമ്മളോട് சொல்லிடும், നീ ഇതെല്ലാം തപ്പ് சொல்லுது, നീ ഇത് കേൾക്കാതെ, ഇത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന സന്തോഷം, നിനക്ക് കിട്ടുന്ന സമാധാനം എല്ലാമേ കിടക്കും. ഇതുവരെ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സമാധാനം കിടച്ചാച്ചാ? നിങ്ങൾ பார்த்து നോക്ക, ഏതെങ്കിലും ലോകം മുഴുവനും சொல்லுதே ഞങ്ങൾക്ക് സമാധാനം വേണം, സമാധാനം വേണം, ഞങ്ങൾക്ക് സന്തോഷം വേണം, സന്തോഷം വേണം. എങ്ക സന്തോഷം, എങ്ക സമാധാനം, എങ്ക സന്തോഷം സമാധാനം എങ്ക கிடைக்கும்? ആണ്ടോടെ പക്കത്തിൽ താൻ கிடைக்கும் സന്തോഷം സമാധാനം. കാരണം നമുക്ക് വചനം വാസിക്കുമ്പോൾ നമുക്ക് പഠിച്ചിടാം, അവൻ താൻ എന്നത്, അവൻ താൻ സന്തോഷം, അവൻ താൻ സമാധാനം, നമുക്ക് സമാധാനം തരുന്ന അവൻ സമാധാനമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് സമാധാനം கிடைക്കും. അവൻ സന്തോഷമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടും. അവൻ സ്നേഹമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്നേഹം கிடைക്കും. അവൻ നമ്മളെ നേസിക്കുന്നതുകൊണ്ട് നമുക്ക് നേസം കിടക്കും. അവന്റെ ഗുണങ്ങൾ നമുക്ക് എപ്പടി கிடைക്കും? അവനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവന്റെ പക്കം നമ്മൾ ചേരുമ്പോൾ, അവന്റെ ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്നെ கிடைക്കും? സമാധാനം கிடைക്കും, സ്നേഹം கிடைക്കും. നമുക്ക് ശത്രുതാരമായിട്ടും നമുക്ക് പാക്കാതെ ദുഃഖമില്ല, മുറവിളിയില്ല. ഈ ലോകത്തിൽ ഇതെല്ലാം ഇരിക്കും. കാരണം പിശാച് ഇതെല്ലാമേ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് കവലപ്പെടുകയേ വേണ്ട. എന്തുകൊണ്ട് കവലപ്പെടേണ്ട? എന്ത് ദുഃഖം വരുമ്പോൾ നമുക്ക് കവലപ്പെടണ്ടായാ? അല്ലെങ്കിൽ നമുക്ക് കണ്ണീര് വരുമ്പോൾ നമുക്ക് കവലപ്പെടണ്ടായാ? അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ മരിക്കുമ്പോൾ, അപ്പ അമ്മ മരിക്കുമ്പോൾ നമുക്ക് കവലപ്പെടാണ്ടായാ? നമ്മൾ അഴുകാതാ? അപ്പടി നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അതിനെപ്പറ്റി അതിലും നമുക്ക് എന്നാ கிடைக்கும்? നമുക്ക് സമാധാനം கிடைക്കും, സന്തോഷിക്കും. എന്തുകൊണ്ട് സമാധാനം? അവർ ആണ്ടവരെ വിശ്വസിച്ചാൽ അവർ എங்கே പോയിടും? സ്വർഗത്തിൽ പോയിടും. അത് നല്ലപോലെ പാക്ക. അവർ ആണ്ടവരെ വിശ്വസിച്ചാൽ അവർ സ്വർഗത്തിൽ പോകുമ്പോൾ, അതായത് നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളും മരിക്കുമ്പോൾ നമ്മളും എங்கே പോയിടും? നമ്മൾ ആണ്ടവരെ വിശ്വസിക്കാൻ നമ്മളും എங்கே പോയി? സ്വർഗത്തിൽ. അതായത് നമുക്ക് പിന്നെ അവരെ പാക്കാം. അവർ സ്വർഗത്തിൽ പിതാവായ തകപ്പനായ ആണ്ടവരുടെ, അല്ലെ പുത്രനായ ആണ്ടവരുടെ, അല്ലെങ്കിൽ പവിത്രാത്മാ പാവിയായ ആണ്ടവരോടുകൂടെ ഇരിക്കുമ്പോൾ നമ്മളും അവരുടെ കൂടെ ഒപ്പം ചേർന്നിടും. നമുക്ക് സന്തോഷം கிடைக்கும். നമ്മൾ இப்படி വേണമെങ്കിൽ നമുക്ക് சொல்லிടാം. ഇങ്ങനെ ഒരാൾക്ക് വീസ கிடைச்சாச்சே, എங்கே അമേരിക്ക പോകാൻ വീസ கிடைச்சாச்சே, പെർമനന്റ് വീസ கிடைச்சாச்சே, നിങ്ങൾക്ക് എന്നാ ആയിരിക്കും? பெரிய சந்தோஷம். எப்போ நீ விசாரிக்கணும், இவன் அமெரிக்கா போயால் அவன் திரும்ப வராது. நீ பார்த்தாச்சா? ஏதெങ്കിലും വ്യക്തി അമേരിക്ക പോയിട്ട് திரும்பி വന്നവരെ നിങ്ങൾക്ക് பார்த்தாச்சா? அங்கே വീസ கிடைக்காതിരിക്കുവാന്ന് ഇങ്ങനെ திரும்பി വരും. അല്ലെങ്കിൽ അവർക്ക് അങ്ങ് ജോലി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ വന്നാൽ അവർ തിരികെ വരും. അല്ലാതെ അവർ അങ്ങ് താൻ വാസം പണ്ണുന്നത് അവർക്ക് ചിത്തം, അവർക്ക് മനസ്സിലെ സമാധാനം എങ്കിൽ അങ്ങ് വാസം പണം. കാരണം അങ്ങ് എല്ലാമേ ഇരിക്കേ, എല്ലാ സുഖ സൗകര്യങ്ങളുമേ അംഗീകരിക്കുക. അതേപോലെ ഞാൻ എന്നാ சொல்லுது, നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ വാസം പണ്ണുമ്പോൾ നമുക്കൊരു വീസ கிடைச்சாச்சே.
விசா எப்போ கிடைச்சாச்சு? விசாய்க்கு சில ப்ராசஸ் எல்லாம் இருக்கு. நீ அமெரிக்கன் விசா നീ പോവാന്നുണ്ടെങ്കിൽ അതിന് ரொம்ப പ്രോസസ് ഇരിക്കും. നിന്റെ കുടുംബം നോക്കും, നിന്റെ വസ്തുഭാഗം നോക്കും, നീ എപ്പടി നിന്റെ സ്വഭാവം നോക്കും, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് സർട്ടിഫിക്കറ്റ് വേണം, എല്ലാ സർട്ടിഫിക്കറ്റുമേ കൊണ്ടു കൊടുക്കണം. എന്നാ നീ നല്ല മനുഷ്യൻ താൻ എന്നാ നീ അവർക്ക് തെളിവ് വേണം. അപ്പടി തെളിവായി വന്നാൽ മാത്രമേ അവർ വിസ കൊടുക്കത്തുള്ളൂ. നീ നല്ലപോലെ പാത്തില്ല. അതേപോലെ ആണ്ടവർക്ക് നമുക്ക് തെളിവ് ഒന്നുമേ കൊടുക്കണ്ട. ആണ്ടവരുടെ പക്കത്തിൽ എന്നാ നമുക്ക് തെളിവ് എന്നാ വേണമെന്നറിയാമോ? ആണ്ടവരെ വിശ്വസിക്കുക. ആണ്ടവരെ നമ്മൾ എന്നാ വിശ്വസിക്കുക? ആണ്ടവർ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എൻ്റെ പാവങ്ങൾ എല്ലാം മോശം, എനിക്ക് എൻ്റെ സ്വഭാവങ്ങളെല്ലാം മോശം, എൻ്റെ ഹാബിറ്റ്സ് എല്ലാം മോശം, ഞാൻ തപ്പുതാൻ ചെയ്ത്, എന്നാൽ ആണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ വില കൊടുത്ത് നമ്മളെ അവരിൽ നിന്ന് വാങ്ങിച്ച് നമ്മളെ പരിശുദ്ധരാക്കിയാച്ച്. ഇപ്പം നമുക്ക് യാതൊരു ഒരു കുറവുമേ ഇല്ല. അങ്ങനെ പരിശുദ്ധരാക്കിയിട്ട് നമ്മളെ എന്നാ ചെയ്യുക? അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിന് കൊഞ്ചം വെയിറ്റിംഗ് ടൈം ഇരിക്കുക. അതുതാണ് ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ കൊഞ്ചം വെയിറ്റിംഗ് ടൈമിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ആണ്ടവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ கிடைக்கும்? സന്തോഷം கிடைக்கும், സമാധാനം கிடைக்கும், നേസം கிடைக்கும். നമുക്ക് കണ്ണീര് கிடைക്കാതെ, നമുക്ക് ദുഃഖം கிடைക്കാതെ, നമുക്ക് മുറവിളി கிடைക്കാതെ, നമുക്ക് എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ രോഗം கிடைക്കാതെ, എല്ലാമേ എന്നാ പറ്റും? ഇത് കൊഞ്ച നാളത്തേക്ക് നിങ്ങൾ സ്വർഗത്തിൽ പോയ ഒന്നുമേ നിങ്ങൾക്ക് கிடைக்காது. അത് എത്ര ഭാഗ്യമായ കാര്യം. അതായത് അമേരിക്കൻ വിസയെ കാട്ടി പെരിയ വിസ താൻ സ്വർഗത്തിലെ വിസ. നിങ്ങൾക്ക് സ്വർഗത്തിലെ വിസ വേണമോ വേണ്ട, അത് നിങ്ങൾക്ക് ചില അവർക്ക് വിസ കിടച്ച എനിക്ക് അമേരിക്കയിലൊന്നും പോകണ്ട, ഞാൻ ഇങ്ങനെ തന്നെ വാസം പണം, അത് നിന്റെ ചിത്തം. അതേപോലെ താൻ ഞാൻ சொல்லுது, നിനക്ക് സ്വർഗത്തിലെ വിസ ആണ്ടോ നിനക്ക് തരുമ്പോൾ നീ சொல்லுക, എനിക്ക് സ്വർഗത്തിലെ വിസ എനിക്ക് വേണ്ട, എനിക്ക് എന്നെ വേണം, എനിക്ക് ഇങ്ങെത്താൻ വേണം, എനിക്ക് ഇங்கே ദുഃഖവും എല്ലാമേ എനിക്ക് വേണം, എനിക്ക് ഇങ്ങെയുള്ള പ്രോബ്ലം താൻ എനിക്ക് ரொம்ப സന്തോഷം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകണ്ട. അത് അവരുടെ ചിത്തം. ഞാൻ അതിനെപ്പറ്റി ഒന്നും சொல்லாது. ഞാൻ சொல்லுது നമ്മൾ ഇന്നും ഞാൻ 11-ാം വാക്യം തന്നെ ഞാൻ சொல்லுது. 11-ാം വാക്യം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ നാളെ പിന്നെ ഞാൻ ചൊല്ലിടാം. ആണ്ടോടെ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ചേ. ആണ്ടോടെ നാം മഹിമപ്പെടുമാറാകട്ടെ. നമ്മൾ പാക്കുക, നമുക്ക് സമാധാനം സന്തോഷം കിടക്കണമെന്നുണ്ടെങ്കിൽ എங்கே പോകണം? സ്വർഗത്തിൽ പോകണം. ആണ്ടവരെ നമുക്ക് വിശ്വസിക്കണം. ആണ്ടവരെ നാം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ നമ്പർ ഞാൻ നിന്നോട് നേരത്തെ ചൊല്ലിയാച്ച് 9791843308. എപ്പം വേണമെങ്കിൽ എന്നെ കൂപ്പിടാം. ആണ്ടവരുടെ വചനത്തിൽ നിന്നും കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂപ്പിടുക. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ദൈവം ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആണ്ടവർ നിങ്ങൾക്ക് സമാധാനം സന്തോഷം സകലവും തരട്ടെ. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.